വെറും 1999 രൂപയ്ക്ക് നല്ല ഒരു കിഡിലൻ TWS, നല്ല കിഡിലൻ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇൻ ഇയർ ഡിറ്റക്ഷൻ, അതേപോലെ മൾട്ടി പോയിന്റ് കണക്ടിവിറ്റി, സ്പീക്ക് ത്രൂ, കിഡിലും ബാറ്ററി ലൈഫും നല്ല ഒന്നാം തരം സൗണ്ടും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി TWS ആണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ബോട്ടിന്റെ എയർഡോപ്സ് ഫ്ലെക്സ് 454 ANC. യെസ്, ഞാൻ ഈ പറഞ്ഞ എല്ലാ സംഗതികളും കൊണ്ട് വിലയാണെങ്കിൽ 1999 രൂപ വരുന്നുള്ളൂ. ഇതിന്റെ ഒരു ക്വിക്ക് അൺബോക്സിംഗ് ഒന്ന് കാണാം. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. തീർച്ചയായിട്ടും അടുത്ത ഒരു ബഡ്ജറ്റ് റേഞ്ചിലെ ഇയർബഡ് നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മിക്കവാറും നിങ്ങൾ ഇത് ചൂസ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. ബോക്സ് ഇവിടെ കാണാം. ബോട്ട് ഈ അടുത്ത കാലത്തൊക്കെ അടിപൊളി TWSകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 120 അവറിന്റെ പ്ലേ ബാക്കുള്ള നിർവാണ അയോൺ അതിലെ ഒരു ഐറ്റമാണ്. അതേപോലെ തന്നെ വേൾഡ് ഫസ്റ്റ് ഡോൾബി പവേർഡ് ആയിട്ടുള്ള നെക്ക് ബാൻഡ് അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നിർവാണ 525 എന്നായിരുന്നു അതിന്റെ പേര്. പിന്നെ സ്മാർട്ട് റിംഗ് ഈ അടുത്ത കാലത്ത് നമ്മൾ അതും കണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ പുറമെയാണ് ഈ കാണുന്ന ഫ്ലെക്സ് 454 എന്ന് പറയുന്ന ANC എനേബിൾഡ് ആയ TWS. അതായത് 32 ഡെസിബലിന്റെ ഒക്കെ ഒരു സപ്പോർട്ട്, ഒരു നോയ്സ് ക്യാൻസലേഷൻ സപ്പോർട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫീച്ചറാണ്. അത് തീർച്ചയായിട്ടും അവർ കൊണ്ടുവന്നിരിക്കുന്നു. അതെന്തായാലും ആ ഒരു വിലയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലാണ്. ആദ്യം ഇത് ഫോണിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് ബാക്കി എല്ലാം പറയാം. ഈ ബോക്സിന്റെ പുറകിലൊരു QR കോഡ് ഉണ്ട് കണ്ടോ. ഈ കോഡ് വെച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് സ്കാൻ ചെയ്തുകൊണ്ട് അവരുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ബോർഡിന്റെ ഹിയറബിൾ ആപ്പാണ്. അത് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് ഈസി ആയിട്ട് ഈ കാണുന്ന പോലെ സംഭവം സിമ്പിളായിട്ട് കണക്ട് ചെയ്യാം. ഈ ആപ്പിനകത്ത് ഇഷ്ടംപോലെ കസ്റ്റമൈസേഷൻ ഫീച്ചർ ഉണ്ട്. അത് ഞാൻ അടുത്ത സെക്ഷനിൽ പറയാം. ഇപ്പം നമുക്കിത് കണക്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞു. നമ്മൾ ഇത്രയോടെ കണക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. പിന്നെ ഇതിന് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, 1 ഇയറിന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അവർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അത് ഈ ആപ്പ് വഴി ഓട്ടോമാറ്റിക്കലി നടന്നോളും. നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല, ബുദ്ധിമുട്ടൊന്നും അനുഭവിക്കേണ്ട ആവശ്യമില്ല അതിന് വേണ്ടിയിട്ട്. എന്തായാലും ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അടക്കമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ബോട്ട് ഒരു ഡിഫറൻ്റ് ആയ അറ്റംപ്റ്റ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷന്റെ ക്വാളിറ്റിയെ കുറിച്ച് പറയാം. ഞാൻ അത്യാവശ്യം നോയ്സ് ഉള്ള സിറ്റുവേഷനിലൊക്കെ ഒരു സാധാരണഗതിയിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിലെ ഒരു TWS എന്ന രീതിയിൽ നമ്മൾ ഇത് എടുത്തുകൊണ്ട് പോയി നമ്മൾ ഇത്തിരി നോയ്സ് ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ നിന്നിട്ട് ഇത് ഓൺ ചെയ്ത് ഇതിന്റെ ANC ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ പുറമേ ഉള്ള അത്യാവശ്യം നോയ്സ് ഒക്കെ കട്ടായിക്കൊണ്ട് നൈസായിട്ട് വീഡിയോ കേൾക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ സൗണ്ട് കേൾക്കാൻ പറ്റുന്ന, പാട്ട് കേൾക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനാണ് അവർ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൂവി കാണാനായാലും എന്ത് ഷോസ് കാണാനായാലും പാട്ട് കേൾക്കാനായാലും ഒക്കെ കോൾ ചെയ്യാനായാലും ഒക്കെ ഗംഭീരമായിരുന്നു ഈ സംഭവം. പിന്നെ ഇതിൽ ബോട്ടിന്റെ സ്പീക്ക് ത്രൂ സംവിധാനം വരുന്നുണ്ട്. നമ്മളിത് ചെവിയിൽ വെച്ച് ഇങ്ങനെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആരെങ്കിലും നമ്മളോട് സംസാരിക്കാൻ വരികയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ സൈഡിൽ, ലെഫ്റ്റ് സൈഡിൽ ഒരു 3 സെക്കൻഡ് ഒന്ന് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആളോട് സംസാരിക്കാം. പാട്ടിന്റെ സൗണ്ട് കുറയും, സ്റ്റോപ്പ് ആവില്ല, പാട്ട് സ്റ്റോപ്പ് ആവില്ല, സൗണ്ട് കുറയും, നമുക്ക് സംസാരിക്കാം. അത് കഴിഞ്ഞ് വീണ്ടും അതേപോലെ ഒന്ന് ഹോൾഡ് ചെയ്താൽ പാട്ട് വീണ്ടും പ്ലേ ആയിക്കോളും, അല്ലെങ്കിൽ സൗണ്ട് കൂടിക്കോളും. സ്പീക്ക് ത്രൂ എന്ന് പറയുന്ന സംവിധാനം ഇതിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം നമ്മൾ ഈ ഒരു സൈഡിലാണ്, റൈറ്റ് സൈഡിലെ ഇയർബഡിലാണ് ടാപ്പ് ചെയ്യുന്നതെങ്കിൽ ഈ ആംബിയൻ മോഡ്, ANC, ഈ ANC മോഡുകൾ മാറി മാറി വരും. ആംബിയൻ മോഡ് ഇട്ടാൽ പുറമെയുള്ള സൗണ്ട് മുഴുവൻ കേട്ടുകൊണ്ട് പാട്ട് കേൾക്കാം. ANC ഇട്ട് കഴിഞ്ഞാൽ അതെല്ലാം കട്ടാക്കിക്കൊണ്ട് ഡീസെന്റ് ആയിട്ട് നമുക്ക് പാട്ട് കേൾക്കാം. പിന്നെ അടുത്തതായിട്ട് ഇൻ ഇയർ ഡിറ്റക്ഷൻ, നമ്മൾ ചെവിയിലോട്ട് വെച്ച് കഴിഞ്ഞാൽ പാട്ട് പ്ലേ ആവും, ചെവിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പാട്ട് പോസ് ആവും. നമ്മൾ പാട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് എടുക്കുന്നതിനും അനുസരിച്ച് കൊണ്ട് പാട്ട് പ്ലേയും പോസ് ആയിക്കോളും. ഇൻ ഇയർ ഡിറ്റക്ഷൻ, ചെവിയിലേക്ക് ഇത് വെച്ചത് ഡിറ്റക്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. പിന്നെ മൾട്ടി പോയിന്റ് കണക്ടിവിറ്റി, അതായത് ഒന്നിലധികം ഡിവൈസുകൾ. ഇപ്പോൾ എനിക്ക് ടാബുണ്ട്, ഞാൻ ടാബിൽ കണക്ട് ചെയ്യുകയാണ്, അപ്പുറത്ത് വേറൊരു ഫോണുണ്ട്, അതിൽ ഞാൻ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ ടാബിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഫോണിൽ കോൾ വന്നാൽ ഇത് ഓട്ടോമാറ്റിക്കലി ആ ഫോണിൽ വെച്ച് കണക്ട് ആയി നമുക്ക് അധികം സംസാരിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇവിടെ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതിലേക്ക് വന്ന് ഇവിടെ പ്ലേ ആവും. മൾട്ടി പോയിന്റ് കണക്ടിവിറ്റി എന്ന് പറയുന്ന സംവിധാനം ഇതിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സോ ഇങ്ങനെ അഡ്വാൻസ്ഡ് ആയ കുറേ അധികം ഫീച്ചറുകൾ ഈ കുറഞ്ഞ വിലയിൽ തന്നെ ഇവരിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ ഇതിന് ഇഷ്ടം പോലെ കസ്റ്റമൈസേഷൻ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഈ ആപ്പിനകത്താണ്. ഞാനിവിടെ നേരത്തെ പറഞ്ഞ ഈ ആപ്പ് കണ്ടോ, ഈ ആപ്പിൻ്റെ ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിലാദ്യം തന്നെ ബാറ്ററിയുടെ ഏരിയയാണ് കാണുന്നത്. ബാറ്ററി പെർസെൻറ്റേജും കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ കാണാം. കുറച്ച് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നോയ്സ് ക്യാൻസലേഷൻ്റെ ഏരിയയാണ് കാണുന്നത്. ANC, അതേപോലെ ആംബിയൻ മോഡ് ഡീഫോൾട്ട്, അത് നിങ്ങൾക്ക് ഈ ആപ്പിൽ നിന്നും വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ അടുത്തതായിട്ട് സ്പീക്ക് ത്രൂ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സംഭവമാണ്. ലെഫ്റ്റ് ഇയർബഡിലൊന്ന് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്താൽ നമുക്ക് സൗണ്ട് കുറഞ്ഞുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്ന സംഭവം. അത് ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺ ഓഫ് ചെയ്യാൻ പറ്റും. അടുത്തത് ബോട്ടിന്റെ അഡാപ്റ്റീവ് EQ സംവിധാനമാണ് നമ്മൾ കാണുന്നത്. അതായത് നമ്മൾ പാട്ട് കേൾക്കുന്നതിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി നിലവാരമൊക്കെ അനുസരിച്ച് നമ്മുടെ ചെവിക്ക് ഏത് ലെവലിൽ സൗണ്ട് ഒക്കെ ആവശ്യമുണ്ടെന്നുള്ളത് ഡിറ്റക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഹിയറിംഗ് കപ്പാസിറ്റിയും അതിൻ്റെ എബിലിറ്റിയും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ സൗണ്ട് നമുക്ക് വേണ്ടുന്ന രീതിയിൽ സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സംവിധാനം. ഇത് ബോട്ട് ചെയ്യുന്നതല്ല, മിമി എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ടീം ചെയ്യുന്നതാണ്. അവരിങ്ങനത്തെ പരിപാടികൾ ചെയ്യുന്നൊരു ടീമാണ്. അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സംവിധാനം കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പാട്ട്, നമ്മുടെ സൗണ്ട് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് എല്ലാ നോട്ടുകളും ലിസൺ ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ സൗണ്ടിനെ ഓട്ടോമാറ്റിക്കലി അഡാപ്റ്റീവായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആക്കി നമുക്ക് തരും. നമ്മൾ മാനുവലി ചെയ്യേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ മാനുവലി ചെയ്യാനുള്ള ഓപ്ഷനും ഇതിനകത്തുണ്ട്. സോ അഡാപ്റ്റീവ് EQ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇതിനകത്ത് വരുന്നു. അടുത്ത സെക്ഷനിൽ ടച്ച് ഫംഗ്ഷനുകൾ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഏരിയയാണ്. ഓരോ ഇയർബഡിലും സിംഗിൾ ടാപ്പ് അല്ലെങ്കിൽ ഡബിൾ ടാപ്പ് ഒക്കെ ചെയ്യുമ്പോൾ എന്ത് തരം ആക്ടിവിറ്റീസ് ആണ് നടക്കേണ്ടത്, അല്ലെങ്കിൽ എന്ത് തരം ആക്ഷൻ ആണ് ട്രിഗർ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ഇവിടെ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അടുത്തതായിട്ട് സിസ്റ്റം എന്ന സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ
ബോട്ടിന്റെ സ്മാർട്ട് ടോക്ക് എന്ന് പറയുന്ന സംവിധാനമാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ അസിസ്റ്റന്റും വോയിസ് അസിസ്റ്റന്റും ഒന്നും വേണ്ട. പകരം ഈ ഒരു സംവിധാനം എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെവിയിൽ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ കോൾ വരികയാണ്. നമ്മൾ അസെറ്റ് എന്ന് പറഞ്ഞാൽ മതി, താനെ കോൾ അറ്റൻഡ് ആവും. ഇത് പക്ഷേ നമ്മൾ ഈ ആപ്പിനകത്ത് എനേബിൾ ചെയ്യണം, അത് മറക്കരുത്. ആപ്പിനകത്ത് ഏറ്റവും മറ്റത് കാണുന്ന സിസ്റ്റം എന്ന സെക്ഷനിൽ വന്ന് സ്മാർട്ട് ടോക്ക് എന്നുള്ളത് എനേബിൾ ചെയ്യുക. ഇപ്പോൾ പെർമിഷൻസ് ചോദിക്കും, അതൊക്കെ കൊടുക്കുക. സെറ്റ് ആസ് ഡിഫോൾട്ട് കൊടുക്കാൻ പറയും. അപ്പോൾ നമ്മൾ ആ ബോട്ട് ഹിയറബിൾ ആപ്പിനെ ഡിഫോൾട്ട് ആക്കുക. പിന്നെ സെറ്റിംഗ്സിൽ കയറി ആക്സസിബിലിറ്റിയിലെത്തി ഇൻസ്റ്റാൾഡ് ആപ്പ് എന്നുള്ള സെക്ഷനിൽ ബോട്ട് ഹിയറബിളിനെ ഓൺ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ബാക്ക് എടുത്ത് വന്നു കഴിഞ്ഞാൽ കാണാം സ്മാർട്ട് ടോക്ക് ഓൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു കോൾ വരുന്നു, അസെറ്റ് കണ്ടോ, കോൾ അക്സെപ്റ്റ് ആയി. ഇപ്പോൾ ഒരു കോൾ വരുന്നു, നമ്മൾ റിജക്റ്റ് ചെയ്യാൻ പോവാണ്. റിജക്റ്റ് കണ്ടോ, പറഞ്ഞാൽ മതി കാര്യങ്ങൾ ചെയ്യും. ഇതിന് നമ്മുടെ വോയിസ് അസിസ്റ്റൻ്റോ ഗൂഗിൾ അസിസ്റ്റൻ്റ് ആ വക സംഭവം ഒന്നും വേണ്ട. ബിൽറ്റിനായിട്ട് സ്മാർട്ട് ടോക്ക് എന്ന് പറയുന്ന സംവിധാനം ഇതിനകത്ത് അവർ എനേബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ കോളർ അനൗൺസ്മെന്റ് കൂടി ഇതിൻ്റെ ഒപ്പം ഉണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഓൺ ചെയ്ത് വെക്കാം. അപ്പോൾ ഒരു കോൾ വരുമ്പോൾ നിങ്ങൾക്ക് ഫോണിലേക്ക് നോക്കേണ്ട ആരുടെ കോളാണ് വരുന്നത് എന്നുള്ളത് അനൗൺസ്മെന്റിലൂടെ കേൾക്കാൻ സാധിക്കും. അതിന് തൊട്ട് താഴെ ഇൻ ഇയർ ഡിറ്റക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ആ സംവിധാനം ഇവിടെ ഓൺ ഓഫ് ചെയ്യാം. അതേപോലെ മൾട്ടി പോയിന്റ് കണക്ടിവിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അതും ഓൺ ഓഫ് ചെയ്യാനുള്ള സംവിധാനം ഇവിടെ കാണാം. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ചെക്ക് ചെയ്യാം. അപ്ഡേറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തില്ലെങ്കിലും ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് നടക്കും. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇന്റർഫേസ്. കംപ്ലീറ്റ് ഏരിയ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ സ്പെഷ്യൽ ഫീച്ചറുകളാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞത്. ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ ഇനിയും വന്നില്ല. ബേസിക് കാര്യങ്ങൾ എന്താണ്? കംഫർട്ട്. ഒരു വിഷയമില്ല, പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോളും. കംഫർട്ടാണ്, അതിൽ ഒരു ഡൗട്ടും വേണ്ട. എങ്ങനെയൊക്കെ തലചരിച്ചാലും താഴെ വീണൊന്നും പോവില്ല, ചെവിക്ക് വേദനയില്ല, വളരെ പെർഫെക്റ്റ് ആയിട്ടിരിക്കും. എടുക്കാനും ഒരു ബുദ്ധിമുട്ടുമില്ല, വെച്ച കംഫർട്ട്. സൗണ്ട് ബോട്ടിന്റെ 10mm ഡ്രൈവറാണ് വരുന്നത്. നല്ല ഡീസൻറ്റ് സൗണ്ട് ക്വാളിറ്റി, അത്യാവശ്യം ബേസ് ഉള്ളൊരു സൗണ്ടാണ്. അതുകൊണ്ട് എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ച് ബേസ് ഉള്ള സൗണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ക്വാഡ് മൈക്കാണ് വരുന്നത്, 4 മൈക്കുകളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഓഡിയോ ക്വാളിറ്റി, അതായത് നമ്മൾ കോൾ ചെയ്യുമ്പോഴുള്ള ക്വാളിറ്റി, അപ്പുറം നിൽക്കുന്ന ആൾക്ക് നമ്മൾ പറയുന്നത് വളരെ നന്നായിട്ട് കേൾക്കാം. ഒരു ചെറിയ സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കേൾക്കാം. സോ ഈ ഒരു സൗണ്ട് നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ഈ ഒരു ബോട്ടിന്റെ ഇയർബഡിലൂടെ ഞാൻ സംസാരിക്കുമ്പോൾ അപ്പുറം നിൽക്കുന്ന ആൾ കേൾക്കുന്ന സൗണ്ട് ക്വാളിറ്റിയാണ്. ഞാൻ വീടിന്റെ പുറത്താണ് നിൽക്കുന്നത്. അത്യാവശ്യം ചെറുകിട നോയ്സും കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് എങ്ങനെയുണ്ട്, ഞാൻ പറയുന്നത് അവിടെ ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ENX ടെക്നോളജി കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കോൾ ക്വാളിറ്റി ഇത്രയും നന്നായിട്ട് വരുന്നത്. ബാറ്ററി ലൈഫ് 60 അവറിന്റെ ബാറ്ററി ലൈഫാണ് പറയുന്നത്. ബാറ്ററി ലൈഫിൽ ഒരു ടെൻഷനും വേണ്ട, നല്ല രീതിക്ക് ബാറ്ററി ലൈഫ് കിട്ടും. അതായത് ഒരു 5, 8, 10, 12 മണിക്കൂറൊക്കെ നമുക്ക് ഈ ഒരു ഇയർബഡിൽ നിന്ന് തന്നെ ചാർജ് കിട്ടുമെന്നാണ് പറയുന്നത്. എങ്ങനെ പോയാലും അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫ് ഉണ്ടെന്നുള്ള കാര്യം ഒരു സംശയമില്ല. കാരണം എനിക്ക് ഇതുവരെയായിട്ട് ഇത് ചാർജ് ചെയ്യേണ്ടി വന്നിട്ടില്ല, കിട്ടിയിട്ട് 2-3 ദിവസമായി. സോ നല്ല ബാറ്ററി ലൈഫ് ഉണ്ട്. പിന്നെ ഇവരുടെ ഈ ചാർജിങ് കുറച്ചും കൂടി ഫാസ്റ്റ് ചാർജിങ് ഒക്കെ ഇതിനകത്ത് എനേബിൾ ചെയ്തിട്ടുണ്ട്. 10 മിനിറ്റ് ചാർജ് ചെയ്താൽ 240 മിനിറ്റ് പ്ലേ ടൈം കിട്ടും. പ്ലസ് SAP ചാർജിങ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. എന്തായാലും വേണ്ടില്ല, ഫാസ്റ്റ് ചാർജിങ് എനേബിൾഡ് ആണ്. പിന്നെ ഇതിനകത്ത് ഗെയിം മോഡ്, ഈ പ്രൈസിൽ എടുക്കുന്ന പിള്ളേർ ഒരുപാട് പേര് ചോദിക്കാറുള്ള കാര്യമാണ്, ഗെയിം മോഡ് ഉണ്ടോ, ഗെയിം കളിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും 60 ms ലോ ലേറ്റൻസിയിൽ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ഗെയിം കളിക്കാനും ഈ ഒരു TWS കൊണ്ട് സാധിക്കും. സോ മൊത്തത്തിൽ ഒട്ടനവധി ഫ്ലാഗ്ഷിപ്പ് ഫീച്ചറുകൾ പ്ലസ് നല്ല സൗണ്ട് ക്വാളിറ്റി, നല്ല ബാറ്ററി ലൈഫും, നല്ല കോൾ ക്വാളിറ്റി, അത്യാവശ്യം ഗെയിം കളിക്കാം, ഇങ്ങനെ എല്ലാത്തിനും പറ്റിയ ഒരു നല്ല ഇയർബഡ്, അതും 1999 നിങ്ങൾക്ക് കിട്ടും. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മാത്രമല്ല, ഫ്ലിപ്കാർട്ടിലും കിട്ടും, ആമസോണിലും കിട്ടും, ബോട്ട് ലൈഫ് സ്റ്റൈൽ വെബ്സൈറ്റിലും കിട്ടും, ഓഫ്ലൈൻ സ്റ്റോറുകളിലും കിട്ടും. വില 1999 രൂപ. വില ചിലപ്പോൾ കുറച്ച് മാറിയേക്കാം കേട്ടോ, ചിലപ്പോൾ 2500 വരെയൊക്കെ ചിലപ്പോൾ പോകും. അതുകൊണ്ട് വില ചെക്ക് ചെയ്തിട്ട് തന്നെ വാങ്ങിക്കുക. എന്തായാലും ഇപ്പോഴത്തെ വില ഇതാണ്. സോ സംഗതി കിടിലൻ ഇയർബഡായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.